ആരാണ് ഇനോസ്കെ? ഈ ചോദ്യം ഏതൊരു ഡീമൺ സ്ലെയർ ഫാൻസിനെ സംബന്ധിച്ചും ആവേശം തരുന്ന ഒന്നാണ്. കാരണം സെനിറ്റ്സുവിന് ശേഷം ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര കഥാപാത്രമാണ് ഇനോസ്കെ. ഇനോസ്കെ അനുഭവിച്ചതിൻ്റെ ഒരു പകുതി പോലും മറ്റൊരു ക്യാരക്ടേഴ്സിൻ്റെയും കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ആരോരുമില്ലാതെ കുറേ വന്യമൃഗങ്ങളുടെ ഒപ്പം തൻ്റെ ചെറുപ്രായം മുതൽക്കേ ജീവിക്കേണ്ടി വന്ന ഒരു ക്യാരക്ടറാണ് ഇനോസ്കെ. അങ്ങനെ ജീവിച്ചതുകൊണ്ട് തന്നെ ആരോടും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ ചൂടാവുന്ന ഒരു സ്വഭാവക്കാരനായി അവന് മാറേണ്ടി വന്നു. എന്നാൽ അതിനെല്ലാം ഒരു അവസാനമുണ്ടാകുന്നത് താഞ്ചിറോ, നെസുക്കോ, സെനിറ്റ്സു എന്നിവരെ കണ്ടുമുട്ടിയതിനു ശേഷമാണ്. എന്നാൽ ഈ ഒരു കഥാപാത്രം ഇങ്ങനെ ആവാൻ കാരണം ഒരു അപ്പർ റാങ്ക് ഡീമനാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടോഹ ഹാഷിബിറ എന്നൊരു പെൺകുട്ടിക്ക് അവളുടെ 18-ാം വയസ്സിൽ ഒരു ആൺകുട്ടി ജനിച്ചു. എന്നാൽ അവളുടെ ഭർത്താവ് എന്നും അവളെ ഉപദ്രവിക്കുമായിരുന്നു. ദിവസവും അയാൾ അവളെ തല്ലുന്നത് പതിവായതുകൊണ്ട് തന്നെ അവൾ മാനസികമായും ശാരീരികമായും വളരെ അവശയായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവളൊരു ആശ്വാസം തേടിയത് ഡോമയുടെ കൾട്ടിലായിരുന്നു. അടികൊണ്ട് അവശയായ അവൾക്ക് ആ ഒരു സ്ഥലം സ്വർഗതുല്യമായി തോന്നി. മറ്റുള്ളവർ ഡോമയെ ആരാധിക്കുന്നത് കണ്ട് അവളും അവനെ ദൈവത്തെ പോലെ ആരാധിക്കുവാൻ തുടങ്ങി. എന്നാൽ കുറേ നാൾക്ക് ശേഷമാണ് ഡോമയുടെ തനിനിറം എന്താണെന്ന് കൊട്ടോഹ തിരിച്ചറിയുന്നത്. അവനെ ആരാധിക്കുന്ന എല്ലാവരെയും അവൻ കൊന്നു തിന്നുമെന്നത് അവൾ അറിഞ്ഞു. എന്നാൽ ആ നേരം കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനു പകരമായി അവൾ അത് അവനോട് തന്നെ ചോദിച്ചു. എന്നാൽ അതിൽ നിന്നെല്ലാം അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ പറയുന്ന കള്ളത്തരങ്ങളൊന്നും കേൾക്കാതെ കൊട്ടോഹ ഇനോസ്കെയും എടുത്ത് ആ രാത്രി തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഡോമയാകട്ടെ കൊട്ടോഹയെ ഒരിക്കലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. കാരണം ഡോമയ്ക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. തൻ്റെ അവസാനം വരെ അവളെ ഒപ്പം നിർത്തുക എന്നതായിരുന്നു അവൻ്റെ പ്ലാൻ. പക്ഷേ കാര്യങ്ങളെല്ലാം കൊട്ടോഹ മനസ്സിലാക്കിയതിനെ തുടർന്നും അവനോട് പറയാതെ പോയതിൻ്റെ ദേഷ്യവും അടക്കാനാവാത്ത ഡോമ അവളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അവളുടെ പുറകെ പോവുകയും ഒരു പുഴയുടെ ഓരത്ത് വെച്ച് അവളെ കണ്ടെത്തുകയും ചെയ്തു. സ്പോട്ടിൽ തന്നെ ഡോമ അവളെ ആക്രമിക്കുകയും വേദന സഹിക്കാൻ സാധിക്കാതെ വന്ന കൊട്ടോഹ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി വേറെ വഴിയില്ലാതെ ആ പുഴയിലേക്കിട്ടു. അങ്ങനെയാണ് ഇനോസ്കെ തൻ്റെ അമ്മയുടെ അരികിൽ നിന്നും പിരിയുന്നത്. ഒരുപക്ഷെ അന്ന് കൊട്ടോഹ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇനോസ്കെയെ അവൻ്റെ അമ്മയോടൊപ്പം തന്നെ ഡോമ പറഞ്ഞയച്ചേനെ. അതുകൊണ്ട് തന്നെ കൊട്ടോഹ ഒരു വലിയ സാക്രിഫൈസ് തന്നെയാണ് ചെയ്യുന്നത്. കൊടും വനവും വന്യമൃഗങ്ങളും ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് വളർന്നു വന്ന ഇനോസ്കെയ്ക്ക് മനുഷ്യന്മാരുമായി അധികം സമ്പർക്കം ഇല്ലായിരുന്നു. അതിനാൽ മറ്റൊരു വ്യക്തിയോട് ആദ്യം തന്നെ എങ്ങനെ പെരുമാറണം, ആരെയെല്ലാം ബഹുമാനിക്കണം എന്നൊന്നും പ്രോപ്പറായി അവൻ അറിഞ്ഞുകൂടാ. അങ്ങനെയിരിക്കെയാണ് ഒരിക്കൽ ഡീമൺ സ്ലെയർ കോർപ്സിലെ ചിലർ ഇവനെ കണ്ടുമുട്ടുകയും അവർ ശത്രുക്കളാണെന്ന് കരുതി ഇനോസ്കെ അവരെ ആക്രമിക്കുകയും തുടർന്ന് ഇനോസ്കെ അവരുടെ സോഡ്സും കളക്ട് ചെയ്ത് കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു. പിന്നീടാണ് അവന് പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഡീമൺസിനെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയുണ്ടെന്നും അവർ തന്നെ പോലെയുള്ള ധാരാളം മനുഷ്യരെ സംരക്ഷിക്കുന്നുണ്ടെന്നും അതിനാൽ അവരാരും തൻ്റെ ശത്രുക്കളല്ല എന്നും അന്നു മുതൽ അവൻ മനസ്സിലാക്കി. പിന്നീട് ഒരുപാട് വർഷം കാട്ടിൽ സ്വന്തമായി ട്രെയിൻ ചെയ്യുകയും തൻ്റെതായ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ കണ്ടെത്തുകയും അതിനെ ബീസ്റ്റ് ബ്രീത്തിങ് എന്ന് പറയുകയും ചെയ്തു. കൂടാതെ ഇനോസ്കെയ്ക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അവൻ്റെ ഫ്ലെക്സിബിലിറ്റി. തൻ്റെ ശരീരത്തെ ഏതൊരു ആംഗിളിലേക്കും ഫ്ലെക്സിബിളായി വളയ്ക്കാനും തൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പൊസിഷൻ മാറ്റുവാനും അവന് കഴിയുമായിരുന്നു. കൂടാതെ ഏതൊരു എനിമിയുടെ നോട്ടവും തൻ്റെ നേർക്കാണെന്ന് മനസ്സിലാക്കാൻ ഇനോസ്കെയ്ക്ക് സെക്കൻഡുകൾ മതിയായിരുന്നു. മതമിളകി വരുന്ന ഒരു ആനയെ പോലെയാണ് ഇനോസ്കെ. അക്കാസയെ പോലെ തന്നെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒപ്പോണൻറ്റിനോട് എതിരിടുന്നത് ഇനോസ്കെയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. താഞ്ചിറോവുമായി ഫൈറ്റിൽ ഏർപ്പെട്ട ആ നിമിഷം തന്നെ അവൻ മനസ്സിലാക്കി തന്നെ പോലെ തന്നെ തോറ്റുകൊടുക്കാൻ ശ്രമിക്കാത്ത ഒരു ക്യാരക്ടറാണ് താഞ്ചിറോ എന്നും അവൻ തന്നേക്കാൾ സ്ട്രോങ്ങർ ആണെന്നും. അന്നു മുതൽ തനിക്കും താഞ്ചിറോവിനെ പോലെ സ്ട്രോങ്ങർ ആവണം, കൂടാതെ തൻ്റെ കൂട്ടുകാരെ, തന്നെ സ്നേഹിക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്നുള്ളതും ഒരു ദൃഢനിശ്ചയമായി തന്നെ അവൻ എടുത്തു. വളരെയധികം തമാശ നിറഞ്ഞ ഈ ഒരു ക്യാരക്ടറിനൊപ്പം താഞ്ചിറോ, നെസുക്കോ, സെനിറ്റ്സു ഇവർ മൂവരും ഒത്തുകൂടിയപ്പോൾ അവൻ്റെ തമാശകൾ ഇരട്ടിയായി എന്ന് തന്നെ പറയാം. പല സാഹചര്യത്തിലും താഞ്ചിറോയെ ഇനോസ്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മൂഗൻ ട്രെയിൻ ആർക്ക് തുടങ്ങി മറ്റെല്ലാ ആർക്കിലും ഇനോസ്കെ തൻ്റെ ഫൈറ്റിൽ താഞ്ചിറോവിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹാഷിറ ട്രെയിനിങ് ആർക്കിൽ ഗ്യോമയുടെ അടുത്ത് താഞ്ചിറോയും സെനിറ്റ്സും എത്തുന്നതിന് മുമ്പായി ആദ്യം എത്തുന്നത് ഇനോസ്കെയാണ്. കൂടാതെ ഗ്യോമ നൽകിയ അതികഠിനമായ ട്രെയിനിങ് എല്ലാം ഇനോസ്കെ പൂർത്തീകരിക്കുകയും തുടർന്ന് ഇൻഫിനിറ്റി കാസിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഹാഷിറാസും ഡീമൺ സ്ലേയേഴ്സ് എല്ലാം വളരെ പരിഭ്രാന്തിയോടും ഭയത്തോടും കൂടി ഇൻഫിനിറ്റി കാസിൽ പ്രവേശിച്ചപ്പോൾ
വളരെയധികം സന്തോഷത്തോടെ പ്രവേശിച്ച ഒരേ ഒരു മുതൽ മാത്രമേ ഉള്ളൂ, അത് ഇനോസ്കെ മാത്രമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇനോസ്കെ ഇഷ്ടമാണെന്നും ഇൻഫിനിറ്റി കാസിൽ ആർക്ക് മൂവിയുടെ അടുത്ത പാർട്ടിന് നിങ്ങളിൽ ആരെല്ലാം വെയിറ്റിംഗ് ആണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.